നമ്മൾ സാഹചര്യത്തിന് അനുസരിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ കെട്ടിപ്പടുക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ചില കൊടുങ്കാറ്റുകൾ, ചില ഭൂകമ്പങ്ങൾക്ക് സമാനമായ പ്രതിസന്ധികൾ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വൻ തകർച്ചകൾക്കും ഇടർച്ചകൾക്കും കാരണമായി തീരാറുണ്ട്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുൻപ് ഉണ്ടായ വെനസ്വേലൻ ഇരട്ട ഭൂകമ്പത്തെക്കുറിച്ച് നമ്മൾ ഒത്തിരി കേട്ടതാണ്. ഒത്തിരി വാർത്തകളിൽ അതിന്റെ പ്രാധാന്യം നിറഞ്ഞു നിന്നു. ഒന്നിനു പിന്നാലെ മറ്റൊരു ഭൂകമ്പം. അത് വളരെയധികം വിപത്തുകൾ വിതച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അപഹരിച്ചുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാക്കി വെനസ്വേലയിൽ. പ്രിയമുള്ളവരെ, ആ ദുരന്തത്തിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണമെന്ന് പറയുന്നത് അവിടുത്തെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടാണ് അവിടുത്തെ വീടുകൾ പണിതത്. അവിടെ ഇത്രയേറെ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടുവാൻ കാരണമായി തീർന്നത് അശാസ്ത്രീയമായി പണിതിരിക്കുന്ന വീടുകളാണ് എന്നാണ് ഒരു വാർത്തയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതായത് ആൾക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം ചിലവ് കുറഞ്ഞ രീതിയിൽ അവർ വീടുകൾ പണിയുകയാണ്. അതിന് വ്യക്തമായിട്ടുള്ള അടിസ്ഥാനമില്ല. അതുമാത്രമല്ല, അവർക്ക് അവരുടേതാകുന്ന രീതികളനുസരിച്ച് ചിലവ് കുറഞ്ഞ രീതിയിൽ വീട് പണിയുമ്പോൾ അതിന് ശരിയായിട്ടുള്ള കമ്പി ഉപയോഗിച്ചിട്ടില്ല, ശരിയായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടില്ല. അതിന് അടിസ്ഥാനമില്ലാതെ ഇരിക്കുന്ന കാരണത്താൽ അത് ഒരു ഭൂചലനം ഉണ്ടാക്കിയപ്പോൾ പാൻ കേക്ക് തകർന്നു വീഴുന്നത് പോലെ ഒന്നിനു പുറകെ ഒന്നാലെ വീടുകൾ തകർന്നു വീണ് വലിയ ദുരന്തത്തിന് കാരണമായി തീർന്നു എന്നാണ് വാർത്തകളിലൂടെ ഗ്രഹിക്കാനായിട്ട് കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ വിലയേറിയ കാര്യങ്ങൾ പലതും മാറ്റിവെച്ചിട്ട് താൽക്കാലികമായ കാര്യങ്ങൾ കണ്ട് ഭാവിയെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമില്ലാതെ അപ്പോഴപ്പോൾ കാണുന്ന രീതി അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കെട്ടിപ്പടുക്കുമ്പോഴെല്ലാം അപ്രതീക്ഷിതമായി കടന്നു വരുന്ന കൊടുങ്കാറ്റുകളും ഭൂകമ്പങ്ങളും തകർത്തെറിയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ വലിയ പ്രതീക്ഷകളെയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. വിശുദ്ധ സത്യവേദ പുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം പറഞ്ഞു: 2 വിധത്തിൽ വീട് പണിയുന്നവരുടെ ഉപമ. ഒന്ന് മണലിൽ മേൽ പണിതതാണ്. അത് പെട്ടെന്ന് പണിത് ഉയർത്തുകയാണ്, പണച്ചിലവ് കുറവാണ്, വളരെ മനോഹരമായ വീട് മണലിൽ മേൽ പണിത് ഉയർത്തുകയാണ്. മറ്റൊന്ന് ആഴക്കുഴിച്ച് അടിസ്ഥാനമിട്ട് പാറമേൽ വീട് പണിയുന്ന ബുദ്ധിമാന്റെ വീടിന്റെ പണിയെക്കുറിച്ചും കർത്താവ് യേശു ക്രിസ്തു പറയുകയുണ്ടായി. ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞത് ആ ബുദ്ധിയുള്ള വ്യക്തി ആഴക്കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിടുന്ന വീട്, അതിനെതിരെ തിരമാലകളും അതിനെതിരെ വൻമഴയും വൻ കാറ്റും ഭൂകമ്പങ്ങളും ഉണ്ടാകുമ്പോഴും അത് തകർന്നു വീഴാതെ ഉറച്ചു നിൽക്കുകയാണ്. കാരണം അതിനൊരു അടിസ്ഥാനമുണ്ട്, അതിന് ഒരു ഉറപ്പുണ്ട്. അത് വളരെ പ്ലാൻഡായിട്ട് പണിതിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികളും ആഴക്കുഴിച്ച് വളരെ ശക്തിയുള്ള അടിസ്ഥാനത്തോടുകൂടെ പണിയുന്നതാണ് അവൻ്റെ വീട്. അതിനെതിരെ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോഴും നമ്മളെ തകർത്തുകളയുന്ന അളവിൽ പൈശാചിക പോരാട്ടങ്ങൾ പലവിധങ്ങളിൽ നമ്മളെ തകർക്കുവാൻ, രോഗങ്ങളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, സാമ്പത്തിക ഞെരുക്കങ്ങളാകട്ടെ, ബിസിനസ്സിലെ നഷ്ടങ്ങളാകട്ടെ, പലവിധത്തിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് കുടുംബജീവിതങ്ങളെ തകർത്തെറിയുന്ന തലങ്ങളിലുള്ള തലമുറകളെ പലപ്പോഴും തെറ്റിച്ചു കളയുന്ന വിധത്തിലുള്ള കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്ന പ്രതിസന്ധികൾ പല ജീവിതങ്ങളിലേക്കും ആഞ്ഞടിക്കുമ്പോൾ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആ പ്രതികൂലങ്ങൾ തകർത്തെറിയുകയില്ല. എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ച് തല ഉയർത്തി നിൽക്കുന്നതായിത്തീരും. എന്നാൽ വേഗത്തിൽ സമ്പന്നരാകുവാൻ, വേഗത്തിൽ പ്രശസ്തി നേടിയെടുക്കുവാൻ, വേഗത്തിൽ ലോകസുഖങ്ങളെ ആസ്വദിച്ചുകൊണ്ട് ഒരു ആഡംബര ജീവിതം നയിക്കുവാനായി ലോകപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർ അടിസ്ഥാനത്തെ മറന്നു പോവുകയാണ്. താൽക്കാലിക സുഖഭോഗങ്ങളിൽപ്പെട്ട് അനേകം യുവതലമുറകൾ ലഹരികൾക്കടിമയായി ജീവിതം തകർത്തെറിയുകയാണ്. പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ കഴിയാതെ വണ്ണം ജീവിതം ആടി ഉലയുന്ന ദുരന്തത്തിന്റെ ആക്കം കൂട്ടുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തങ്ങളും പ്രകൃതിയിൽ കാണുന്ന അടയാളങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നൽകുവാൻ ദൈവം ഉപയോഗിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നാം അതിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുക. തിരുവചനം നാം ഗ്രഹിച്ച് വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവഭക്തിയോടെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ ഇടയാകട്ടെ. ഒരു കാറ്റിനും ഒരു കോളിനും ഒരു തിരമാലകൾക്കും ഒരു ഭൂകമ്പങ്ങൾക്കും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവവചനം ദൈവത്തിൻ്റെ ശ്വാസമാണ്. അതാണ് നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്ന ദൈവശ്വാസം, ദൈവത്തിൻ്റെ വചനം. ആ വചനത്തെ അനുസരിച്ച് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. പ്രതിസന്ധികളെ അതിജീവിപ്പാൻ വചനത്തിൽ നിന്ന് നമുക്ക് കരുത്ത് പ്രാപിക്കാം. അതിന് ആദിയിലുണ്ടായിരുന്ന വചനമായവൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന കർത്താവ് നമുക്കേവർക്കും ശക്തി നൽകട്ടെ. ധൈര്യപ്പെട്ടിരിക്കുക, പതറാതിരിക്കുക. സകല പ്രതികൂലങ്ങളെയും അതിജീവിക്കുവാൻ ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ട് ജീവിതം പണിതുയർത്താം. പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.